തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. സാമുവേലിന്റെ 1-ാം പുസ്തകം, അധ്യായം 28. അക്കാലത്ത് ഫിലിസ്തീയർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സേനകളെ ഒരുക്കി. അക്കീഷ് ദാവീദിനോട് പറഞ്ഞു, നീയും അനുയായികളും എന്നോടൊത്ത് യുദ്ധത്തിന് പോരണം. ദാവീദ് അക്കീഷിനോട് പറഞ്ഞു, ശരി, അങ്ങയുടെ ദാസന് എന്ത് കഴിയുമെന്ന് അങ്ങേക്ക് കാണാം. അക്കീഷ് ദാവീദിനോട് പറഞ്ഞു, കൊള്ളാം, നീ എന്നും എൻ്റെ അംഗരക്ഷകനായിരിക്കും. സാവൂൾ മന്ത്രവാദിനിയുടെ അടുക്കൽ. സാമുവേൽ മരിച്ചിട്ട് അവൻ്റെ നഗരമായ റാമായിൽ സംസ്കരിക്കപ്പെടുകയും ഇസ്രായേലിയരെല്ലാവരും അവനെ ഓർത്ത് വിലപിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. സാവൂൾ എല്ലാ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഫിലിസ്തീയർ ഒരുമിച്ചുകൂടി ശൂനേമിൽ വന്ന് പാളയമടിച്ചു. സാവൂൾ ഇസ്രായേലിയരെ എല്ലാവരെയും സംഘടിപ്പിച്ച് ഗിൽബോവായിലും പാളയമടിച്ചു. സാവൂൾ ഫിലിസ്തീയരുടെ പട്ടാളത്തെ കണ്ട് ഭയപ്പെട്ടു. മനസ്സ് അത്യധികം ഇളകി വശയായി. അവൻ കർത്താവിനോട് ആരാഞ്ഞു. പക്ഷേ കർത്താവ് സ്വപ്നത്തിലൂടെയോ ഉറീമിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ഉത്തരം നൽകിയില്ല. അപ്പോൾ സാവൂൾ ഭൃത്യന്മാരോട് പറഞ്ഞു, ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക. ഞാൻ അവളുടെ ഉപദേശം തേടട്ടെ. എൻദോറിൽ ഒരു മന്ത്രവാദിനിയുണ്ടെന്ന് ഭൃത്യന്മാർ പറഞ്ഞു. സാവൂൾ വേഷപ്രച്ഛന്നനായി 2 പേരെ കൂട്ടി രാത്രിയിൽ അവളുടെ അടുത്തെത്തി പറഞ്ഞു, നിന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവൾ പറഞ്ഞു, സാവൂൾ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ എന്തിന് എന്നെ കൊല്ലിക്കാൻ കെണി വയ്ക്കുന്നു? ഇക്കാര്യത്തിൽ ഒരു ശിക്ഷയും നിനക്കുണ്ടാവുകയില്ലെന്ന് സാവൂൾ കർത്താവിൻ്റെ നാമത്തിൽ ആണയിട്ട് അവളോട് പറഞ്ഞു. അവൾ ചോദിച്ചു, ഞാൻ ആരെയാണ് വരുത്തി തരേണ്ടത്? സാമുവേലിനെ വരുത്താൻ അവൻ ആവശ്യപ്പെട്ടു. സാമുവേലിനെ കണ്ടപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സാവൂളിനോട് ചോദിച്ചു, എന്തിനാണ് എന്നെ കബളിപ്പിച്ചത്? അങ്ങ് സാവൂളല്ലേ? രാജാവ് അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ എന്താണ് കാണുന്നത്? അവൾ പറഞ്ഞു, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായി ഞാൻ കാണുന്നു. അവൻ വീണ്ടും ചോദിച്ചു, അവൻ്റെ രൂപമെങ്ങനെ? അവൾ പറഞ്ഞു, ഒരു വൃദ്ധനാണ് കയറി വരുന്നത്. അങ്കി ധരിച്ചിരിക്കുന്നു. അത് സാമുവേലാണെന്ന് സാവൂളിന് മനസ്സിലായി. അവൻ സാഷ്ടാംഗം വീണു വണങ്ങി. സാമുവേൽ അവനോട് ചോദിച്ചു, നീ എന്നെ വിളിച്ചു വരുത്തി ശല്യപ്പെടുത്തിയത് എന്തിന്? അവൻ പറഞ്ഞു, ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്. ഫിലിസ്തീയർ എനിക്കെതിരായി യുദ്ധം ചെയ്യുന്നു. ദൈവമാകട്ടെ എന്നിൽ നിന്ന് അകന്നുമിരിക്കുന്നു. അവിടുന്ന് പ്രവാചകന്മാരിലൂടെയോ സ്വപ്നത്തിലൂടെയോ എനിക്ക് ഉത്തരം നൽകുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരേണ്ടതിനാണ് അങ്ങയെ വിളിപ്പിച്ചത്. സാമുവേൽ പറഞ്ഞു, കർത്താവ് നിന്നിൽ നിന്നകന്ന് നിനക്കെതിരായിരിക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? എന്നിലൂടെ അരുളി ചെയ്തതുപോലെ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു. അവിടുന്ന് രാജ്യം നിന്നിൽ നിന്നെടുത്ത് നിന്റെ അയൽക്കാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ സ്വരം നീ ശ്രവിച്ചില്ല. അമലേക്കിന്റെ മേൽ അവിടത്തേക്കുള്ള ഉഗ്രകോപം നീ നടപ്പാക്കിയില്ല. അതിനാലാണ് കർത്താവ് ഇപ്പോൾ നിന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. കൂടാതെ നിന്നോടൊപ്പം ഇസ്രായേലിനെയും കർത്താവ് ഫിലിസ്തീയരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. നീയും നിന്റെ പുത്രന്മാരും നാളെ എന്നോട് ചേരും. ഇസ്രായേൽ സൈന്യത്തെയും കർത്താവ് ഫിലിസ്തീയരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. സാവൂൾ പെട്ടെന്ന് നെടുനീളത്തിൽ നിലത്തു വീണു. സാമുവേലിന്റെ വാക്കുകൾ നിമിത്തം അത്യധികം ഭയപ്പെട്ടു. അന്ന് മുഴുവൻ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നതിനാൽ അവന്റെ ശക്തി ചോർന്നുപോയി. ആ സ്ത്രീ സാവൂളിന്റെ അടുക്കൽ വന്നു. അവൻ പരിഭ്രാന്തനാണെന്ന് കണ്ട് അവൾ പറഞ്ഞു, ഇതാ അങ്ങയുടെ ദാസി, അങ്ങയെ അനുസരിച്ചു. ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിച്ചു പോലും അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടത് അനുസരിച്ചു. ഇപ്പോൾ അങ്ങ് ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ. ഞാൻ ഒരു കഷ്ണം അപ്പം അങ്ങേക്ക് തരട്ടെ. യാത്രയ്ക്ക് ശക്തി ലഭിക്കാൻ അങ്ങ് അത് ഭക്ഷിക്കണം. അവൻ അത് നിരസിച്ചു. അവൻ്റെ ഭൃത്യന്മാരും അവളോടൊപ്പം രാജാവിനെ നിർബന്ധിച്ചു. അവരുടെ വാക്ക് കേട്ട് അവൻ നിലത്തുനിന്നെഴുന്നേറ്റ് കിടക്കയിലിരുന്നു. അവളുടെ വീട്ടിൽ മെഴുത്ത ഒരു പശുക്കിടാവുണ്ടായിരുന്നു. അവൾ തിടുക്കത്തിൽ അതിനെ കൊന്ന് പാകം ചെയ്തു. മാവ് കുഴച്ച് പുളിപ്പില്ലാത്ത അപ്പവും ചുട്ടു.
അവൾ അത് സാവൂളിനും ഭൃത്യന്മാർക്കും വിളമ്പി. അവർ ഭക്ഷിച്ചു. ആ രാത്രിയിൽ തന്നെ അവർ തിരിച്ചുപോയി. സാമുവേലിന്റെ 1-ാം പുസ്തകം അധ്യായം 29. ഫിലിസ്ത്യർ ദാവീദിനെ ഉപേക്ഷിക്കുന്നു. ഫിലിസ്ത്യ സേന അഫേക്കിൽ ഒരുമിച്ച് കൂടി. ഇസ്രായേലിയർ ജസ്രേലിലുള്ള നീർച്ചാലിനടുത്ത് പാളയമടിച്ചു. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ 100-100ആയും 1000-1000ആയും മുമ്പോട്ട് നീങ്ങി. ദാവീദും അനുയായികളും അക്കീഷിനോടൊത്ത് പിൻനിരയിലായിരുന്നു. അപ്പോൾ ഫിലിസ്ത്യ സേനാധിപന്മാർ ചോദിച്ചു, ഈ ഹെബ്രായർ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അക്കീഷ് അവരോട് പറഞ്ഞു, ഇത് ദാവീദല്ലേ, ഇസ്രായേൽ രാജാവായ സാവൂളിന്റെ ഭൃത്യൻ. ദിവസങ്ങളല്ല വർഷങ്ങളായി അവൻ എന്നോട് കൂടെയായിട്ട്. എന്നെ അഭയം പ്രാപിച്ച നാൾ മുതൽ ഇന്ന് വരെ അവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടിട്ടില്ല. ഫിലിസ്തീയ സേനാധിപന്മാർ അവനോട് കോപത്തോടെ പറഞ്ഞു, അവനെ തിരിച്ചയക്കുക, അവന് കൊടുത്ത സ്ഥലത്തേക്ക് അവൻ പോകട്ടെ. യുദ്ധരംഗത്ത് വെച്ച് നമ്മുടെ ശത്രുവാകാതിരിക്കേണ്ടതിന് നമ്മോടൊത്ത് വരേണ്ട. നമ്മുടെ ആളുകളുടെ തലകൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ തൻ്റെ യജമാനനെ പ്രസാദിപ്പിക്കുക? ഇവനെപ്പറ്റിയല്ലേ അവർ ആടിപ്പാടുന്നത്. സാവൂൾ 1000-ങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെയും. അക്കീഷ് ദാവീദിനെ വിളിച്ചു പറഞ്ഞു, തീർച്ചയായും നീ സത്യസന്ധനാണ്. പാളയത്തിൽ എന്നോടുകൂടിയുള്ള നിന്റെ പെരുമാറ്റം എനിക്ക് തൃപ്തികരമായിരുന്നു. നീ എൻ്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ നിന്നിൽ ഒരു കുറ്റവും കണ്ടില്ല. എന്നാൽ പ്രഭുക്കന്മാർക്ക് നീ സ്വീകാര്യനല്ല. ആകയാൽ നീ ഇപ്പോൾ മടങ്ങിപ്പോവുക. ഫിലിസ്ത്യ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമുണ്ടാകാതിരിക്കാൻ സമാധാനത്തോടെ തിരികെ പൊയ്ക്കൊള്ളുക. ദാവീദ് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്തത്? എൻ്റെ യജമാനനായ രാജാവിൻ്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ മാത്രം അങ്ങയുടെ സന്നിധിയിൽ വന്ന നാൾ മുതൽ ഇന്ന് വരെ എന്ത് തെറ്റാണ് അങ്ങ് എന്നിൽ കണ്ടത്? അക്കീഷ് പറഞ്ഞു, നീ എൻ്റെ മുൻപിൽ ദൈവദൂതനെ പോലെ നിഷ്കളങ്കനാണ്. എന്നാൽ നീ ഞങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരണ്ട എന്നാണ് ഫിലിസ്തീയ സേനാധിപന്മാർ പറയുന്നത്. ആകയാൽ നീ അനുചരന്മാരോടൊത്ത് അതിരാവിലെ വെട്ടം വീഴുമ്പോൾ തന്നെ പൊയ്ക്കൊള്ളുക. അതനുസരിച്ച് ദാവീദ് അനുചരന്മാരോടൊത്ത് ഫിലിസ്തീയ ദേശത്തേക്ക് മടങ്ങി. ഫിലിസ്ത്യരാകട്ടെ ജസ്രേലിലേക്കും പോയി. സാമുവേലിന്റെ 1-ാം പുസ്തകം അധ്യായം 30. അമലേക്യരുമായി യുദ്ധം. ദാവീദും അനുയായികളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോഴേക്കും അമലേക്യർ നെഗേബും സിക്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. അവർ സിക്ലാഗ് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി. സ്ത്രീകളെയും പ്രായഭേദമന്യേ മറ്റുള്ളവരെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി. ആരെയും കൊന്നില്ല. ദാവീദും അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അത് അഗ്നിക്കിരയായതായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി പിടിച്ചു കൊണ്ടുപോയതായും കണ്ടു. ദാവീദും അനുയായികളും ശക്തി കെടുന്നതുവരെ കരഞ്ഞു. ദാവീദിന്റെ ഭാര്യമാരായ ജസ്രേൽക്കാരി അഹിനോവാനും നാബാലിന്റെ വിധവ കാർമേലിൽ നിന്നുള്ള അബിഗായിലും തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നു. ദാവീദ് അത്യധികം ദുഃഖിതനായി. തങ്ങളുടെ പുത്രീപുത്രന്മാരെ ഓർത്ത് കടുത്ത അമർഷമുണ്ടായതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. എന്നാൽ അവൻ തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു. ദാവീദ് അഹിമലേക്കിന്റെ മകനും പുരോഹിതനുമായ അബിയാഥറിനോട് പറഞ്ഞു, ഏഫോദ് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അബിയാഥർ അത് കൊണ്ടുവന്നു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ? ഞാൻ അവരെ പിടികൂടുമോ? കർത്താവ് അരുളി ചെയ്തു, പിന്തുടരുക. തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും. ദാവീദ് തൻ്റെ 600 അനുചരന്മാരോടും കൂടെ ബെസോർ നീർച്ചാലിനടുത്തെത്തി. കുറെ പേർ അവിടെ തങ്ങി. ദാവീദ് 400 പേരോടൊത്ത് മുന്നേറി. 200 പേർ ക്ഷീണിച്ചവശരായി ബെസോർ അരുവി കടക്കാനാവാതെ അവിടെ തങ്ങി. അവർ ഒരു ഈജിപ്തുകാരനെ വെളിംപ്രദേശത്ത് കണ്ടു. അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ കൊടുത്ത അപ്പം അവൻ ഭക്ഷിച്ചു. കുടിക്കാൻ വെള്ളവും അത്തിപ്പഴം കൊണ്ടുള്ള ഒരു കഷണം അടയും 2 കുല ഉണക്കമുന്തിരിയും അവന് കൊടുത്തു. ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഉണർവുണ്ടായി. 3 രാത്രിയും പകലും അവൻ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട് ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? അവൻ പ്രതിവചിച്ചു, ഒരു അമലേക്യന്റെ വേലക്കാരനായ ഈജിപ്തുകാരനാണ് ഞാൻ. 3 ദിവസം മുൻപ് എനിക്കൊരു രോഗം പിടിപെട്ടതിനാൽ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു.
ഞങ്ങൾ ക്രേത്യരുടെ തെക്ക് ഭാഗവും ആക്രമിച്ചു, സിക്ലാഗ് തീ വെച്ച് നശിപ്പിച്ചു. ദാവീദ് അവനോട് ചോദിച്ചു, ആ സംഘത്തിന്റെ അടുക്കലേക്ക് നിനക്ക് എന്നെ കൊണ്ടുപോകാമോ? അവൻ പറഞ്ഞു, അങ്ങ് എന്നെ കൊല്ലുകയില്ലെന്നും എൻ്റെ യജമാനന്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുകയില്ലെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്താൽ ഞാൻ അങ്ങയെ ആ സംഘത്തിന്റെ അടുക്കൽ എത്തിക്കാം. അവൻ ദാവീദിനെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ അവർ തിന്നും കുടിച്ചും നൃത്തം ചെയ്തും ആ പ്രദേശത്തെല്ലാം വിഹരിക്കുകയായിരുന്നു. അവർ ഫിലിസ്ത്യ ദേശത്തു നിന്നും യൂദായുടെ പ്രദേശത്തു നിന്നും ധാരാളം കൊള്ളവസ്തുക്കൾ തട്ടിയെടുത്തിരുന്നു. അന്ന് സന്ധ്യ മുതൽ പിറ്റേന്നാൾ സന്ധ്യ വരെ ദാവീദ് അവരെ കൊന്നൊടുക്കി. ഒട്ടകങ്ങളുടെ മേൽ കയറി ഓടിപ്പോയ 400 പേരൊഴികെ മറ്റാരും രക്ഷപ്പെട്ടില്ല. അമലേക്യർ തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു. തൻ്റെ 2 ഭാര്യമാരെയും രക്ഷപ്പെടുത്തി. അവർ അപഹരിച്ചതൊന്നും പുത്രന്മാരോ പുത്രിമാരോ ചെറുതോ വലുതോ ആയ മറ്റ് വസ്തുക്കളോ ദാവീദിന് നഷ്ടപ്പെട്ടില്ല. അവൻ എല്ലാം വീണ്ടെടുത്തു. ആടുമാടുകളെയെല്ലാം അവൻ മുൻപിൽ വിട്ടു. ഇവ ദാവീദിന്റെ കൊള്ളവസ്തുക്കൾ എന്ന് അവയെ തെളിച്ചിരുന്നവർ പറഞ്ഞു. തൻ്റെ കൂടെ പോരാൻ സാധിക്കാതെ ക്ഷീണിച്ചവശരായി ബെസോർ നീർച്ചാലിനടുത്ത് താമസിച്ചിരുന്ന 200 പേരുടെ അടുക്കലേക്ക് ദാവീദ് ചെന്നു. അവർ അവനെയും അവൻ്റെ കൂടെ പോയിരുന്നവരെയും എതിരേൽക്കാൻ ഇറങ്ങിച്ചെന്നു. ദാവീദ് അടുത്തു ചെന്ന് അവരെ അഭിവാദനം ചെയ്തു. ദാവീദിനോടൊപ്പം പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായവർ പറഞ്ഞു, അവർ നമ്മോടൊത്ത് പോരാതിരുന്നതിനാൽ നാം വീണ്ടെടുത്ത കൊള്ളവസ്തുക്കളിൽ ഒന്നും അവർക്ക് കൊടുക്കരുത്. ഓരോരുത്തനും ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളട്ടെ. അപ്പോൾ ദാവീദ് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കൊള്ളക്കാരായ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന കർത്താവിൻ്റെ ദാനങ്ങളാണിവ. ഇക്കാര്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ ആര് കേൾക്കും? യുദ്ധത്തിന് പോകുന്നവൻ്റെയും ഭാണ്ഡം സൂക്ഷിക്കുന്നവൻ്റെയും ഓഹരി സമമായിരിക്കണം. അന്നു മുതൽ ഇന്ന് വരെ ഇസ്രായേലിൽ ഇതൊരു ചട്ടവും നിയമവുമായി തീർന്നു. ദാവീദ് സിക്ലാഗിലെത്തി കൊള്ളവസ്തുക്കളിൽ ഒരു ഭാഗം തൻ്റെ സുഹൃത്തുക്കളായ യൂദായിലെ ശ്രേഷ്ഠന്മാർക്ക് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവിൻ്റെ ശത്രുക്കളെ കൊള്ളയടിച്ചതിൽ നിന്ന് ഇതാ നിങ്ങൾക്ക് ഒരു സമ്മാനം. ബേഥേൽ, നേഗേബിലെ റാമോത്ത്, യത്തീർ എന്നിവിടങ്ങളിലുള്ളവർക്കും അരോവർ, സിഫ്മോത്ത്, എഷ്തെമോവ, റാഖൽ, ജറാമേല്യരുടെയും കേന്യരുടെയും പട്ടണങ്ങൾ, ഹോർമ, ബോറാഷാൻ, അത്താക്ക്, ഹെബ്രോൺ എന്നിങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും ചുറ്റിത്തിരിഞ്ഞ സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും ഓരോ ഭാഗം കൊടുത്തയച്ചു. സാമുവേലിൻ്റെ 1-ാം പുസ്തകം അധ്യായം 31. സാവൂളിൻ്റെയും പുത്രന്മാരുടെയും മരണം. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേലിയർ ഫിലിസ്ത്യരോട് തോറ്റോടി ഗിൽബോവ കുന്നിൽ മരിച്ചു വീണു. ഫിലിസ്ത്യർ സാവൂളിനെയും പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവൻ്റെ പുത്രന്മാരായ ജോനാഥാനെയും അഭിനാദാബിനെയും മൽക്കീഷുവായെയും വധിച്ചു. സാവൂളിനു ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു. വില്ലാളികൾ അവൻ്റെ രക്ഷാനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു. സാവൂൾ തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാൾ ഊരി എന്നെ കൊല്ലുക. പക്ഷേ അവർ അത് ചെയ്തില്ല. അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു. അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണു മരിച്ചു. സാവൂൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും തൻ്റെ വാളിന്മേൽ വീണ് അവനോടൊത്തു മരിച്ചു. ഇങ്ങനെ സാവൂളും 3 പുത്രന്മാരും ആയുധവാഹകനും മറ്റ് ആളുകളും അന്ന് ഒന്നിച്ചു മരിച്ചു. താഴ്വരയുടെ അപ്പുറത്തും ജോർദാന്റെ അക്കരെയും ഉണ്ടായിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ ആളുകൾ ഓടിപ്പോയെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കണ്ടപ്പോൾ നഗരങ്ങൾ വിട്ട് ഓടിപ്പോയി. ഫിലിസ്ത്യർ വന്ന് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ വസ്ത്രമുരിയാൻ ഫിലിസ്ത്യർ പിറ്റേ ദിവസം വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ കുന്നിൽ മരിച്ചു കിടക്കുന്നതും കണ്ടു. അവർ അവൻ്റെ തല വെട്ടി ആയുധങ്ങൾ അഴിച്ചെടുത്തു. ഫിലിസ്ത്യ രാജ്യത്തൊട്ടാകെ തങ്ങളുടെ വിഗ്രഹങ്ങളോടും ജനങ്ങളോടും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. സാവൂളിൻ്റെ ആയുധം അവർ അസ്താർത്തെ ദേവതകളുടെ ക്ഷേത്രത്തിൽ വെച്ചു. അവൻ്റെ ശരീരം ബെത്ഷാന്റെ ഭിത്തിയിൽ കെട്ടിത്തൂക്കി.
ഫിലിസ്ത്യർ സാവൂളിനോട് ചെയ്തത് യാബേഷ് ഗിലെയാദ് നിവാസികൾ കേട്ടപ്പോൾ യുദ്ധവീരന്മാർ രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബെത്ഷാന്റെ ഭിത്തിയിൽ നിന്ന് സാവൂളിൻ്റെയും പുത്രന്മാരുടെയും ശരീരം എടുത്ത് യാബേഷിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികൾ യാബേഷിലെ പിചുല വൃക്ഷത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.